ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സത്യം പറഞ്ഞാൽ എല്ലാവരോടും ഒരു ബിഗ് സോറി തന്നെ പറയുകയാണ്. ഇത്രയ്ക്കും വെയിറ്റ് ചെയ്യിപ്പിച്ചതിനും പ്ലസ് നമ്മുടെ ഗീവ് അവേ അനൗൺസ്മെൻറ്റ് പറഞ്ഞ ഡേറ്റിന് ചെയ്യാത്തതിനും. അപ്പോൾ ഇന്ന് നമ്മുടെ ഗീവ് അവേ വിന്നർ ആരാ നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒപ്പം ഒരു ക്രാഫ്റ്റും കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ബേൺ കാർഡ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ക്രാഫ്റ്റായിട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം ഞാൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയ്ക്ക് ലേറ്റ് ആയതിൻ്റെ കാരണവും പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് മിസ്റ്റേക്സുകളും എല്ലാം ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കാട്ടോ. ആദ്യം തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. എനിക്കറിയാം നിങ്ങൾക്ക് ഗീവ് അവേ വിന്നർ ആരാന്ന് അറിയാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതിനാണ് വെയിറ്റിംഗ് എന്നും കൂടി അറിയാം. പക്ഷേ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ നെക്സ്റ്റ് ഗീവ് അവേയിൽ നിങ്ങൾക്ക് ഈ ഇപ്പോൾ ചെയ്ത് കുറച്ച് മിസ്റ്റേക്സുകൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും പാർട്ടിസിപ്പൻസിൽ ഞാൻ വളരെ കുറച്ച് പേരുടെ പേര് മാത്രം സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്തവരിൽ നിന്നാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും അല്ല പറയണത്, കുറച്ച് പേരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. നമ്മൾ 4 റൂൾസാണ് മെയിനായിട്ട് പറഞ്ഞത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ 3 പേർക്ക് ചാനൽ അല്ലെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അധികം ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഓഡിയോ ആയിട്ട് വോയിസ് ഓവർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് റൂൾസ്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാമെന്ന്. അതിൽ കുറച്ച് പേര് മാത്രമേ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അയച്ചു തന്നിട്ടുള്ളൂ. ബാക്കി കുറച്ച് പേരൊക്കെ 1-2 സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പിന്നെ ഒന്നും അയക്കത്തുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അറിയത്തില്ല അവർ ബാക്കി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് അതോ ഇവിടം കൊണ്ട് നിർത്തിയതാണോ ഒന്നും മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പോൾ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അയക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക, അല്ലെങ്കിൽ അവർ 1-2 സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ബാക്കി അയച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടില്ല, അപ്പോൾ അതൊന്നും അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞ ഒരുപാട് പാർട്ടിസിപ്പൻസിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് എല്ലാ സ്ക്രീൻഷോട്ടും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്, എല്ലാ റൂൾസും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് പേരുടെ പേര് മാത്രം ഞാൻ എടുത്തിട്ട് ഞാൻ അതിൽ നിന്ന് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് മെയിനായിട്ട് ചോദിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ 4 റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാനും കൂടിയിട്ടാണ്. അതുമാത്രമല്ല കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് മെയിനായിട്ട് വേണമായിരുന്നു. കാരണം കമൻറ്റിൽ ഇടുന്ന പേര് വേറെ ആയിരിക്കും, നിങ്ങളുടെ ഇൻസ്റ്റയിൽ പേര് വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കമൻറ്റാണ് ഇട്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് കമൻറ്റിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് മെയിനായിട്ട് അയക്കാൻ പറയുന്നത്. പിന്നെ എനിക്ക് വന്ന കുറേ മെസ്സേജസ് ആണ്, ചേച്ചി എനിക്ക് തരൂ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. നമ്മൾ 3 പേർക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും തരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാനാണെങ്കിലും ഒരുപാട് ഗീവ് അവേയിൽ നോക്കിയിട്ടും കിട്ടാത്ത ഒരാളാണ്. അപ്പം നിങ്ങളുടെ ഒരു വിഷമം എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എനിക്ക് എല്ലാവർക്കും കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്ഷന് ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാനിത് നല്ലൊരു കമൻറ്റ് നോക്കിയിട്ടോ മോശമായിട്ടുള്ള കമൻറ്റ് നോക്കിയിട്ടോ അങ്ങനെയല്ല ഞാൻ സെലക്ട് ചെയ്യണത്. ഞാൻ ഈ 4 റൂൾസ് ഫോളോ ചെയ്ത ആൾക്കാരുടെ പേര് ഞാൻ മാറ്റി വെച്ചിട്ട് അവരുടെ പേര് മാത്രം ഒരു പേപ്പറിൽ എഴുതിയിട്ട് ലോട്ട് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി എൻ്റെ സൈഡിൽ നിന്ന് പറയാനാണെങ്കിൽ ഞാൻ വലിയ പ്രിപ്പേർഡ് അല്ലായിരുന്നു ഈ ഒരു ഗീവ് അവേ തരാൻ. അതായത് ഒന്നാമത്തെ കാര്യം എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എനിക്കിതെങ്ങനെ നടത്തേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്, ഒരു വിന്നറിനെ കണ്ടുപിടിക്കുക കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ഇതൊരു ടാസ്ക് തന്നെയാണ്. നല്ല പ്രിപ്പേർഡൊക്കെ ആയിട്ടൊക്കെ തന്നെ വേണം നമ്മൾ ഈ ഒരു ഗീവ് അവേ നടത്താമെന്ന് എനിക്ക് മനസ്സിലായി. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ മിസ്റ്റേക്സൊക്കെ മനസ്സിലായി. ഇനി നെക്സ്റ്റ് ടൈം ഞാൻ നടത്തുമ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയും കണ്ടൊക്കെ ഞാൻ ചെയ്യത്തുള്ളൂ. ഇനി വീഡിയോ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ലേറ്റ് ആയെന്നുള്ളതെന്ന് വെച്ചാൽ ഡിസംബർ 18 തൊട്ട് ഡിസംബർ 30 വരെയാണ് നമ്മൾ ടൈം ലിമിറ്റ് പറഞ്ഞത്. ഡിസംബർ 31-നെയാണ് നമ്മൾ റിവീൽ ചെയ്യുന്ന ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഡിസംബർ 31-ന് എൻ്റെ കോളേജിൽ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പരിപാടിയും പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനത് എക്സ്റ്റെൻഡ് ചെയ്ത് ജനുവരി 1-ന് ചെയ്യാമെന്നൊക്കെ ഓർത്തത്. പക്ഷേ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലായിരുന്നു. ജനുവരി 1-നായിരുന്നു എനിക്ക് ഒട്ടും സമയമില്ലാത്തിരുന്നത്. കാരണം കോളേജ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മിഡ് നൈറ്റ് ആയിരുന്നു. അതിനുശേഷം ഞാനും എൻ്റെ ചേച്ചിയും പിന്നെ ഒരു കസിനും കൂടിയിട്ട് കോഴിക്കോട് പോയായിരുന്നു. എൻ്റെ കോളേജ് ഓൾറെഡി കോഴിക്കോട് തന്നെയാണ്. അങ്ങനെ കോഴിക്കോട് സിറ്റി പോയിട്ട് അവിടുത്തെ പരിപാടിയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. അങ്ങനെ വെളുപ്പിന് മൊത്തം ഞങ്ങൾ കോഴിക്കോട് തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് ബസ് കയറി. അങ്ങനെ ഫൈനലി ഞാൻ ഇന്ന് രാവിലെ 11:30 ആയപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. അങ്ങനെയാണ് ജനുവരി 1-ത്തെ വീഡിയോ എനിക്ക് മിസ്സായി പോയത്. എന്നാൽ പിന്നെ ജനുവരി 2-ന് ഇടാമെന്ന് ഓർത്തു. പക്ഷേ ഇവിടെ ഞാൻ വന്നിട്ട് 11:30-ക്ക് വന്നിട്ട് ഞാൻ ഉറങ്ങിയൊന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ഈ ഒരു വീഡിയോ എടുക്കാം എന്നുള്ളൊരു സെറ്റപ്പിലൊക്കെയാണ് ഇരുന്നത്. കുറേ നാളായിട്ട് ബേൺ കാർഡ് ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. എങ്കിൽ പിന്നെ ഇന്നത്തെ ക്രാഫ്റ്റ് ബേൺ കാർഡ് വെച്ചിട്ട് തുടങ്ങാമെന്നൊക്കെ ഓർത്തു. അങ്ങനെ നമ്മളൊരു
അടിപൊളി ബേൺ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പല മെത്തേഡിൽ ഉണ്ടാക്കാം. ഞാൻ പേപ്പർ വെച്ചിട്ട് കാർഡ്ബോർഡൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് കത്തിച്ച് വന്നപ്പോഴാണ് അടുത്ത രസം താങ്ക് യു എന്നൊക്കെ എഴുതിയത് തല തിരിഞ്ഞാണ് ഞാൻ വെച്ച് പോയത് കേട്ടോ. ഇവിടെ തൊട്ടാണ് നമ്മുടെ വീഡിയോൻ്റെ ലാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കത്തിപ്പോയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ താങ്ക് യു അങ്ങോട്ട് തിരിഞ്ഞു പോയി. അങ്ങനെ വീണ്ടും ഞാനതൊക്കെ പറിച്ചെടുത്തിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറൊക്കെ ഉള്ളിലൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്ന് കത്തിച്ച് നോക്കി. അപ്പോൾ കറക്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ മുകളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കരിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓക്കെ, ഈ ഒരു താങ്ക് യു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തിച്ചതിന് ഒരുപാട് താങ്ക്സ്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഗീവ് അവേയുടെ വിന്നേഴ്സിനാണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി പോണത്. പക്ഷേ ഈ സമയത്ത് എനിക്കൊരു 2300 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആക്ച്വലി എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ പരിപാടിക്കൊക്കെ പോയി ഭയങ്കര സൗണ്ടൊക്കെ ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ എല്ലാ സൗണ്ടൊക്കെ പോയേക്കാണ്. ഒന്നാമത് എനിക്ക് സൗണ്ടില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള സൗണ്ടും കൂടി പോയേക്കാണ്. ഇനിയാണ് നമ്മൾ ഗീവ് അവേയുടെ വിന്നേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോണത്. അതിനായിട്ട് ഞാൻ കുറച്ച് പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്ട്രിപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് ലോട്ട് എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്ത് വെക്കണത്. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈം എന്നൊക്കെ പറയണത് ഈവനിങ് 5 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊരു 6:30 ഉള്ളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതാണ് വീണ്ടും ലാഗായി പോയത്. അങ്ങനെ ഈ ദിവസം മൊത്തത്തിൽ പോയേക്കാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലാഗായി പോയത്. ഞാൻ ഇത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചതെല്ലാം പെട്ടെന്ന് നടക്കുന്നൊക്കെയാണ്. പക്ഷേ എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു ദിവസമായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ജനുവരി 1 അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചത്. പക്ഷെ അന്ന് പറ്റിയില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ജനുവരി 2, അതായത് ഇന്നലെ 6 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമ്മൾ ആ ഫസ്റ്റ് ഒരു താങ്ക് യു എന്ന് എഴുതിയത് തലതിരിഞ്ഞ് പോയിട്ട് പിന്നെ അത് റെഡിയാക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ഒന്നും കൂടി എടുത്തപ്പോൾ അത് കുറച്ച് ലാഗായി വന്നത്. ഇനി അതിന് ശേഷം വേണമായിരുന്നു നമുക്ക് നെയിംസൊക്കെ ഒന്ന് ലോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതും കൂടി ആയിപ്പിക്കുന്ന നല്ല ലാഗ് വന്നു. പിന്നെ ഇതിൻ്റെ വേറെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഫോണിൻ്റെ ചാർജാണ്. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൻ്റെ ചാർജറിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഫോണിൻ്റെ പ്രശ്നമല്ല, ചാർജറിൻ്റെ ആ ഒരു നമ്മളിങ്ങനെ തിരിച്ച് വളച്ചൊക്കെ വെക്കുമ്പോൾ ചാർജ് കയറുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ 5% ആയിട്ട് പിന്നെ അത് വീഡിയോ എടുക്കുമ്പോൾ ഡയറക്റ്റ് 0ലേക്ക് പോയിട്ട് ഓഫായി പോകുമായിരുന്നു. എന്നിട്ട് വീണ്ടും ഞാൻ ചാർജ് ചെയ്ത് വെക്കും, 5% ആവും, വീഡിയോ എടുക്കും, വീണ്ടും ഓഫായി പോകും. അങ്ങനെ തന്നെയായിരുന്നു കുറേ നേരത്തേക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല, നമ്മളത് എഡിറ്റ് ചെയ്യണം, വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം, വോയിസ് ഓവർ ചെയ്യണം, എന്നിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്ലോഡിന് തന്നെ കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ നടക്കുമോ എന്നുള്ളത് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഭയങ്കര ടാസ്ക് പിടിച്ചൊരു പണിയായിരുന്നു എനിക്കറിയാം നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമായിരുന്നു ഇത്. എനിക്കിങ്ങനെ റിവീൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ദിവസമേ അല്ലായിരുന്നു. എല്ലാം എനിക്കൊരു എന്താ പറയുക, ചാലഞ്ചിങ് ആയിരുന്നു എല്ലാം. എനിക്ക് എങ്ങനെയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എങ്ങനെയും ഒന്ന് അപ്ലോഡ് ചെയ്താൽ മതി എന്നായിരുന്നു. ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ റിവീൽ ചെയ്യണം എന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിചാരിച്ച പ്ലാനിങ് ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ പറഞ്ഞ ടൈമിനെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യണമല്ലോ, ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യം, വിഷമം അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതുപോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് തന്നെ നല്ല പ്രാന്ത് പിടിച്ച അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഈ ഫോണിൻ്റെ ആണ് മെയിൻ പ്രശ്നം. നമ്മൾ ചാർജ് ചെയ്ത് വെക്കുന്നതും ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ടും അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടും ഒരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും എൻ്റെ ഫോണിൻ്റെ പെർസെൻറ്റേജ് 3% ആണ്. ഞാൻ ചാർജ് ചെയ്തുകൊണ്ട് വളച്ച് തിരിച്ചിട്ടൊക്കെയാണ് ഇപ്പോഴും ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സൗണ്ടും ഇല്ല. നമ്മൾ മാക്സിമം എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഈവനിങ് ഒക്കെ ടൈമാണ്. നല്ല വെളിച്ചമുള്ളൊരു ടൈമിലാണ് ഞാൻ തുടങ്ങിയത്. എൻ്റെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് കാണുമ്പോൾ നിങ്ങൾക്ക് സൈഡിലൊക്കെ വിൻഡോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നോക്കിയാൽ എൻ്റെ വിൻഡോ ഒക്കെ ഇരുട്ടായി തുടങ്ങി. ലാസ്റ്റ് രാത്രിയായിട്ടോ. അത്രയ്ക്ക് ടൈം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഫോണിൻ്റെ ചാർജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ലാസ്റ്റ് ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇത് ഇന്ന് ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യണത്. ഇന്നലെ കുറച്ച് റെക്കോർഡ് ചെയ്ത് വെച്ചു, എന്നിട്ട് സ്വിച്ച് ഓഫ് ആയിട്ട് ഓൺ ആയിരുന്നില്ല. എന്നിട്ട് ഇന്ന് വേറെ ചാർജറൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ചാർജ് ചെയ്തിട്ടാണ് ബാക്കി വോയിസ് റെക്കോർഡ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഗീവ് അവേ കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ഗീവ് അവേയിൽ എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 വിന്നേഴ്സിനെ ഞാൻ എടുക്കാൻ തന്നെ കാരണം നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്
വിചാരിച്ചത്. ഞാൻ സത്യം പറഞ്ഞാൽ ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, എനിക്കറിയുന്ന കുറച്ച് പേര് മാത്രമേ പേരൊക്കെ തരുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ ഞാൻ. കാരണം ഈ ഒരു ചെറിയൊരു ടൈമിനുള്ളിൽ നമ്മൾ ഗീവ് അവേ പറഞ്ഞപ്പോഴേക്കും തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് നെക്സ്റ്റ് ഗീവ് അവേ ഞാൻ 5000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് 6 പേർക്ക് കൊടുക്കാമെന്നാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കുമല്ലോ എല്ലാവർക്കും. സോ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് 5000 സബ്സ്ക്രൈബേഴ്സ് ആയാലും നമുക്കൊരു അറ്റ്ലീസ്റ്റ് 10 പേർക്കെങ്കിലും ഗീവ് അവേ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കൊരു 2000 ആണ് ആയിട്ടുള്ളത്, 1000 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അതൊരു പെട്ടെന്നൊരു 5K ആവുകയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് 10 പേർക്കെങ്കിലും നമുക്ക് ഗീവ് അവേ കൊടുക്കാം. അന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോനേക്കാൾ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ തന്നെ ഞാൻ ശ്രമിക്കും. വേറെ സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കട്ടെ. കാരണം നമുക്ക് ഈ ക്ലാസ്സും കോളേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതും ഇതും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇടയിൽ കൂടെ പോണത്. അപ്പോൾ എത്രത്തോളം ഫേവറബിൾ ആയിരിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഞാൻ നല്ല രീതിയിൽ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാരെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മെയിലായിട്ട് അയച്ചവരുണ്ട്. കാരണം ഇൻസ്റ്റ ഇല്ലാത്തവരൊക്കെ മെയിലും കൂടി എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് മെസ്സേജസും കാര്യങ്ങളൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആഗ്രഹത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് പേര് മാത്രം എനിക്ക് കറക്റ്റായിട്ട് റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പേര് ഞാനിങ്ങനെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് വേറെ കുറച്ച് പേരാണെങ്കിൽ 1-2 സ്ക്രീൻഷോട്ട് മാത്രമാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവരെ ഓർമ്മപ്പെടുത്തുമായിരുന്നു, ഇത് മാത്രം പോരാ ബാക്കിയുള്ളതും കൂടി അയക്കണം എന്നൊക്കെ. അങ്ങനെയുള്ളവരും എനിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പേര് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചില ആൾക്കാരാണെങ്കിൽ ഹായ് എന്നുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാനത് കണ്ടു എന്ന് അറിയിക്കാനൊരു റെസ്പോൺസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണോ അത് ചെയ്യണ്ടെന്നാണോ ഉദ്ദേശിക്കണമെന്നൊന്ന് എനിക്കറിയണ്ടായില്ല. കാരണം നമുക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. എന്നിട്ടും ഞാൻ അങ്ങോട്ട് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം എന്നൊക്കെ. എങ്ങനെ അവർക്ക് അറിയാത്തതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും കുറച്ച് പേരൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചിട്ട് എനിക്ക് അങ്ങനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ട് നമുക്ക് 32 പേരാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ 32 മെമ്പേഴ്സിൻ്റെ പേരാണ് ഞാനിപ്പോൾ പേപ്പറിൽ എഴുതിയിട്ട് ലോട്ട് ഇടാൻ വേണ്ടിയിട്ട് പോണത്. ബാക്കിയുള്ള കുറേ പേരുണ്ട്. അവരെ എന്തുകൊണ്ടാണ് എക്സ്ക്ലൂഡ് ചെയ്തതെന്ന് വെച്ചാൽ അവർ 4 റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ചിലർ ഹായ് എന്ന് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ടില്ല. ചിലർ ടൈം കഴിഞ്ഞിട്ടായിരുന്നു അയച്ചത്. അത് അവർ ശ്രദ്ധിക്കാണ്ടായിരിക്കും മേ ബി. അത് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരൊന്നും നമ്മൾ ഇതിൽ എഴുതാത്തത്. റൂൾസ് കംപ്ലീറ്റ് ചെയ്തവരുടെയൊക്കെ പേരുകളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് എടുത്തുകൊണ്ട് ഇരിക്കുമ്പോഴും എൻ്റെ ഫോണിൻ്റെ ചാർജ് ഭയങ്കര മോശമായിരുന്നു. ആൻഡ് എല്ലാം എഴുതി വന്നിട്ട് 32 അതായത് ഫൈനൽ ആളുടെ പേര് എഴുതുന്ന ടൈമിലേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. കമൻറ്റ് പിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമൻറ്റ്സ് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ് ആദ്യം ഓർത്തത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ഈ കമൻറ്റ് എല്ലാവരും ഇടുന്ന കമൻറ്റിൽ എല്ലാവരും ഈ 4 റൂൾസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇൻസ്റ്റയിൽ ആരൊക്കെ അയച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മെയിലിൽ ആരൊക്കെ അയച്ചിട്ടുണ്ടോ, ആരൊക്കെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടോ, അത് നോക്കിയിട്ടാണ് ഫൈനലി ഞാൻ അവരുടെ പേര് ഇതുപോലെ ലോട്ട് ഇടുന്നത് ഫൈനലി ഞാൻ വിചാരിച്ചത്. പിന്നെ കമൻറ്റിലൂടെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതായത് കുറേ പേർക്കൊക്കെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ചിലരൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കണം എന്നൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നു. അതിനും എനിക്ക് ഒരുപാട് താങ്ക്സ്. കാരണം എനിക്ക് എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യണമെന്ന് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പുറമെ നിൽക്കണം നിങ്ങൾക്കായിരിക്കും മനസ്സിലാവുക. അതൊക്കെ എനിക്ക് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ അതൊക്കെ ഞാൻ ശ്രമിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ലാസ്സും എക്സാംസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെയാണ് ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഇതൊരു ടാസ്ക് പിടിച്ച പണിയൊക്കെ തന്നെയാണെങ്കിലും ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. എനിക്ക് വന്നൊരു മെസ്സേജ് ആയിരുന്നു, നമ്മൾ ഇടുന്ന വീഡിയോസിലൊക്കെ ടേബിളൊക്കെ വേറെയാണല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിലത്തെ ചെറിയൊരു ടേബിളാണ്. അപ്പോൾ ആ ടേബിൾ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളറാണ്. എന്നിട്ട് ഞാൻ ഒരു വൈറ്റ് വാൾപേപ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഒട്ടിച്ചിട്ടാണ് വൈറ്റ് ആക്കിയിട്ട് വീഡിയോസ് കൂടുതൽ അവിടെ നിന്നാണ് ഇടുന്നത്. വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ക്രാഫ്റ്റ് സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് ബാഗിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ എടുക്കുന്നത് വേറെ ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടേബിൾ വേറെ ആയിട്ടുള്ളത്. അപ്പോൾ വീട്ടിലത്തെ ടേബിളും ഒരു ബ്രൗൺ കളർ ആയതുകൊണ്ട് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫോം ബോർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഫോം ബോർഡ് മേടിക്കുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ വൈറ്റ് ക്ലോത്തും യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് വേറെ ടേബിൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫൈനലായിട്ട് ആ ലാസ്റ്റത്തെ പേര് എഴുതാൻ നേരം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ലാസ്റ്റത്തെ പേര് എഴുതിയത് കാണാൻ പറ്റാത്തത്. അങ്ങനെ ഫൈനലി നമ്മൾ 32 പേരുടെയും പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ കൗണ്ട് ചെയ്യുകയാണ് 32 പേരുണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. പിന്നെ ലോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് അതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇട്ടിട്ട് അതിൽ നിന്ന് ജസ്റ്റ് 3 പേര് പിക്കപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ ഇടാൻ പോവാണ്.
അങ്ങനെ ഫസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അതിപ്പം സൈഡിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊന്ന് ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അടുത്തോട്ട് വെച്ചത്. എന്നിട്ട് പിന്നെ ഒരെണ്ണം എടുക്കുന്നതിന് പകരം ഞാൻ വീണ്ടും ഒന്ന് ഷെയ്ക്ക് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഷെയ്ക്ക് അല്ല, ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു വിന്നർ, അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നല്ല, 3 വിന്നറിൽ ഒരാളാണ് ഇത്. ആദില എന്നാണ് പേര് വന്നിട്ട്. അപ്പോൾ ഈ ആദില എന്ന് പറഞ്ഞ കുട്ടിയാണ് ഫസ്റ്റോ അതോ സെക്കൻഡോ അല്ലെങ്കിൽ തേർഡ് വിന്നർ ഇതിലേതെങ്കിലും ഒരു വിന്നറായിട്ട് വരുന്നത്. ആദ്യം 3 പേര് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ആ 3 പേരിൽ നിന്ന് ആരാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് വിന്നറിനെ സെലക്ട് ചെയ്യാനാണ് ഞാൻ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്കാക്കി കൊടുക്കുന്നുണ്ട്, ഷെയ്ക്കല്ല ഷഫിളാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരെണ്ണം ഞാൻ പിക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാരാണ് നമ്മുടെ വിന്നറിനെ നോക്കാം. ഒരു വിന്നറാണ് കേട്ടോ. അപ്പോൾ പേര് വന്നിട്ട് ആഹിന എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ആഹിന എന്ന് പേരുള്ളവരാണ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിൽ ഒരു ആഹിനയാണിത്. ഇതാരാണെന്ന് എനിക്ക് മനസ്സിലായി. വേറൊരു ആഹിന എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പേരും കൂടി ഇതിൻ്റെ കൂടെ ഒരു സൈനായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേർഡ് ലോട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ 3 വിന്നറിൽ ഒരാളും കൂടി. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ 3 വിന്നറിൽ ഫൈനലായിട്ട് വരുന്ന വിന്നർ ആരാന്ന് വെച്ചാൽ പേര് വന്നിട്ട് സൗമ്യ രജീഷ് എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ 3 പേരെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 3 പേരിൽ ആരൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വിന്നറിന് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് വീണ്ടും ഞാൻ ലോട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാം ഞാൻ ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ആദിലുണ്ട്, ആഹിനുണ്ട്, സൗമ്യ രജീഷ് ഉണ്ട്. ഈ 3 പേരിൽ ആരൊക്കെയാണെന്ന് നോക്കിയാൽ ഞാൻ ജസ്റ്റ് ഈ 3 പേരായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതിൽ ഒരു വിന്നറെ ഞാൻ എടുക്കുകയാണ്. ഇത് നമ്മുടെ തേർഡ് വിന്നറാണ് കേട്ടോ, സൗമ്യ രജീഷ്. സൗമ്യ രജീഷാണ് നമ്മുടെ തേർഡ് ഗീവ് അവേ വിന്നർ. സെക്കൻഡും ഫസ്റ്റ് ഞാൻ ഒന്നും കൂടി ഒന്ന് ലോട്ട് എടുക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ കാര്യമൊന്നുമില്ല, എങ്കിലും എനിക്കൊരു സമാധാനത്തിനാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സെക്കൻഡ് വിന്നറിനെ നോക്കുമ്പോൾ കിട്ടിയേക്കണത് ആദിലേക്കാണ്. ആദിലാണ് നമ്മുടെ സെക്കൻഡ് വിന്നർ. ആൻഡ് ഫൈനൽ വിന്നർ നമുക്ക് ഓൾറെഡി അറിയാം, ആഹിന എന്നുള്ള പേരുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ വിന്നർ ആയിട്ടുള്ള ഈ 3 പേർക്ക് എൻ്റെ വക വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ആഹിനയാണ് ഫസ്റ്റ് വിന്നർ, സെക്കൻഡ് വിന്നർ ആദിലയാണ്, ആൻഡ് തേർഡ് വിന്നർ സൗമ്യ രജീഷാണ് കേട്ടോ. അപ്പോൾ പേരൊക്കെ മനസ്സിലായല്ലോ. അപ്പം നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇൻസ്റ്റയിലാണെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിലിലാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ. ഇനിയുള്ള കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ആഹിന എന്നാണ്. കാരണം ആഹിന എന്നുള്ള 2 പേരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഈ വിന്നറായിട്ടുള്ള ആഹിനയുടെ പേരിൻ്റെ കൂടെ വേറെ പേരുണ്ടായിരുന്നില്ല. മറ്റേ ആഹിനയുടെ പേരിൻ്റെ കൂടെ സുനിത എന്നും കൂടി ഉണ്ട്. ആഹിന സുനിത അങ്ങനെ എന്തോ പേരുണ്ട്. അതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അയച്ച് ഇവിടെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ ആരൊക്കെയാണ് അയച്ചത്, എന്തൊക്കെയാണ് അയച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ വിന്നർ ആയില്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളൊരു വിഷമിക്കൊന്നും വേണ്ട. ഇനിയും ഗീവ് അവേ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഗീവ് അവേ 10 പേർക്കായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ആരും വിഷമിക്കൊന്നും വേണ്ട. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. അതുപോലെ തന്നെ കൺഗ്രാറ്റുലേഷൻസ് പറയണം. കാരണം നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്തല്ലോ. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിന്നേഴ്സിൻ്റെ ഗിഫ്റ്റ് വന്നിട്ട്. അപ്പോൾ വിന്നേഴ്സ് ആരാന്ന് വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തല്ലോ, അതിന് ഒരുപാട് താങ്ക്സ് ആൻഡ് സോറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.